It's me TP Shamim. Welcome to all to Shamim Sparks. Shamim Sparks in the മറ്റൊരു സ്പോക്കൺ ഹിന്ദി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ പഠിച്ചു വെച്ച ഓക്സിലറി വെർബിന്റെ തുടർച്ചയാണ്. നേരത്തെ നമ്മൾ പഠിച്ച രണ്ട് ഓക്സിലറി വെർബാണ്. ഒന്ന് സക്ക്, മറ്റൊന്ന് ചുക്ക്. സക്കും ചുക്കും ഏകദേശം കഴിവിനെ സൂചിപ്പിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ചുക്ക് എന്നുള്ള സാധനം നമ്മുടെ ഒരു കാര്യം പൂർത്തീകരിച്ചതിന് പറയാൻ വേണ്ടിയിട്ടാണ് ചുക്ക് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ പ്രയോഗങ്ങളും നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ. അതായത് സക്ക് എന്നുള്ള സാധനവും ചുക്ക് എന്നുള്ള വാക്കും പ്രയോഗിക്കുന്നത് നമ്മുടെ ബേസ് ഫോമായ ജ, ആ, ക എന്നിവയോടൊപ്പമാണെന്ന് നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിപ്പിച്ചിരുന്നു. ഒരിക്കൽ കൂടി ഒരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു മാത്രം. അതായത് നമ്മുടെ ജ സക്താഹും, അതേപോലെ ജ സഖേ ഘ, ജ സക്ക, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ചുക്ക എന്നുള്ള രൂപത്തിലും ഇതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ബേസ് ഫോമാണ് ഇവ രണ്ടിനും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ട് സംഭവമാണ്. അത് ഒന്ന് ലഗ്ന എന്നുള്ള ഒരു ഹെൽപ്പിംഗ് വേർബ് അഥവാ സഹായക്രിയയും, മറ്റൊന്ന് ചാഹ് എന്ന് പറയുന്ന വേറൊരു ഓക്സിലറി വേർബാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ലഗ്ന എന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയുടെ ആരംഭത്തെ കുറിക്കുന്നത് അഥവാ തുടക്കത്തെ കുറിക്കുന്നതിനാണ് ലഗ്ന എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം വരുന്ന മെയിൻ വേർബ് എപ്പോഴും എന്തായിരിക്കും? ബേസ് ഫോം ആയിട്ടല്ല വരുന്നത്, അഥവാ പഠന. ലഗ്നാനോടൊപ്പം എപ്പോഴെന്നാണ് ബേസ് ഫോം അല്ല വരുന്നത്, അതിൻ്റെ ഒറിജിനൽ ക്രിയാധാതു തന്നെയാണ് വരുന്നത്. ഉദാഹരണം, പഠനേ ലഗ്ന, പഠിക്കാൻ തുടങ്ങുക. അപ്പം നമ്മൾ പറയാറല്ലോ, ഞാൻ പഠിക്കാൻ തുടങ്ങും നാളെ മുതൽ, അതേപോലെ അവൻ പഠിക്കാൻ തുടങ്ങുകയാണ്. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലഗ്ന എന്നുള്ള പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പഠനേ എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ആന, ജാന, സോന ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ ഒരു ഫോം. അതിനെ നേ എന്നുള്ള പ്രയോഗത്തിലാണ് ഈ ഒരു പ്രയോഗം ലഗ്നോടൊപ്പം കൂട്ടിച്ചേരുമ്പോൾ നേ എന്നുള്ള അക്ഷരത്തിലാണ് ഇത് എപ്പോഴും അവസാനിക്കുക. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വാക്കുകൾ കൂടി പറയാം. ചലനേ ലഗ്ന, നടക്കാൻ തുടങ്ങുക. അതേപോലെ ദൗഡ്നേ ലഗ്ന, ഓടാൻ തുടങ്ങുക. കാനേ ലഗ്ന, തിന്നാൻ തുടങ്ങുക. ജാനേ ലഗ്ന, പോകാൻ തുടങ്ങുക. അതേപോലെ സോനേ ലഗ്ന, ഉറങ്ങാൻ തുടങ്ങുക. ഇത് നമ്മുടെ തുടങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സെൻറ്റൻസിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി കാലങ്ങളിലേക്ക് മാറുമ്പോൾ, അത് പ്രസൻറ്റും പാസ്റ്റും ഒക്കെ ആയി മാറുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് നമുക്ക് സെൻറ്റൻസിലൂടെ കടന്ന് ചെല്ലി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സെൻറ്റൻസ് പറയുകയാണ്, മേരാ ഭായ് ഗീത് ഗാനെ ലഗ്താഹെ. ഇപ്പോൾ ലഗ്താഹെ എന്ന് പറയുമ്പോൾ പ്രസൻ്റാണ്, നമ്മൾ ആദ്യ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എൻ്റെ സഹോദരൻ പാട്ട് പാടാൻ തുടങ്ങുന്നു എന്നാണ്. മേരെ ഭായ് ഗീത് ഗാനെ ലഗ്താഹെ. ഇതേപോലെ തന്നെ ഉസ്കെ ഭായ് ഖേൽനെ ലഗ്തേ ഹെ. ഉസ്കെ ഭായ് ഖേൽനെ ലഗ്തേ ഹെ. ലഗ്തേ എന്ന് പറഞ്ഞത് ഇവിടെ എന്തുകൊണ്ടാണ്? അത് ഭായ് എന്നുള്ളത് ഒരു ബഹുമാന സൂചകമായിട്ടാണ് ലഗ്തേ വന്നത്. അവൻ്റെ സഹോദരന്മാർ അഥവാ സഹോദരന്മാർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൻ്റെ സഹോദരന്മാർ കളിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉസ്കി ബഹിനെ കാം കർനെ ലഗ്തി ഹെ. അവൻ്റെ സഹോദരിമാർ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. മേരി ബഹീനെ നാച്നെ ലഗ്തി ഹെ. എൻ്റെ സഹോദരിമാർ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. അതേപോലെ ഗോപാൽ കൽ സബേരെ സെ കാം കർനെ ലഗേഗ. ഇതൊരു ഫ്യൂച്ചറാണ്, ഫ്യൂച്ചർ സെൻറ്റൻസ് ആണ് നമ്മൾ ഇത് പറയുന്നത്. ഗോപാലൻ നാളെ രാവിലെ മുതൽ ജോലി ചെയ്യാൻ തുടങ്ങും എന്നാണ്. അപ്പം നേരത്തെ നമ്മളെല്ലാം പറഞ്ഞത് പ്രസൻ്റാണ്, ഇപ്പം ഫ്യൂച്ചറായിട്ടാണ്. അതേപോലെ ഒരു ഫ്യൂച്ചറും കൂടി നമുക്ക് പറയാം. ഹം അഗ്ലേ ബുധവാർ സെ ഹിന്ദി സീഖ്നെ ലഗേഗെ. ഞങ്ങൾ അടുത്ത ബുധനാഴ്ച മുതൽ ഹിന്ദി പഠിക്കാൻ തുടങ്ങും. അതേപോലെ ഇത് തുമ്മ് വരുമ്പോൾ തും കബ്സെ പഠനേ ലഗേ. തും കബ്സെ പഠനേ ലഗേ. നിങ്ങൾ എപ്പോൾ മുതൽ പഠിക്കാൻ തുടങ്ങി എന്നാണ് നമ്മൾ അതിൻ്റെ സെൻറ്റൻസ് വരുന്നത്. ലീല ചായ് പീനെ ലഗി. ലീല ചായ കുടിക്കാൻ തുടങ്ങി. ലഡിക്കിയാം തിരുവാതിര കേൽനെ ലഗി. പെൺകുട്ടികൾ തിരുവാതിര കളിക്കാൻ തുടങ്ങി. ചോർ പുലീസ് ഖോ ദേക്കർ ഭാഗ്നെ ലഗെ. കള്ളന്മാർ പോലീസിനെ കണ്ടിട്ട് ഓടാൻ തുടങ്ങി. ഇനി ഇതേ സാധനം ലഗ്ന എന്നുള്ളതിൻ്റെ പ്രയോഗം
നമ്മൾ ഇനി അടുത്തത് ചാഹ് എന്നുള്ള ഒരു പ്രയോഗമാണ് പഠിക്കുന്നത്. ചാഹ് എന്നുള്ളത് ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് സാധാരണ വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ചാഹ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് പ്രധാന ക്രിയയുടെ സാധാരണ രൂപമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാന ക്രിയ എപ്പോഴും എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആന, ലഗ്ന, സോന, കർണ എന്നിങ്ങനെയാണ് പ്രധാന ക്രിയ വരുന്നത്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസിലേക്ക് കടന്നു പോകാം. മേ ഹിന്ദി പഠന ചാത്താഹും, ഞാൻ ഹിന്ദി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണിത്. നമ്മൾ ഇംഗ്ലീഷിൽ ലൈക്ക് ടു അല്ലെങ്കിൽ ലവ് ടു എന്നൊക്കെ പറയും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു പഠന, ആന, ജാന, കാന ഇതിനൊക്കെ എന്താണ്? ടു ലേൺ, പഠിക്കാൻ എന്ന് പറയുമ്പോൾ പഠിക്കാൻ, ആൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്, അഥവാ ആൻ. അതേപോലെ പോകുവാൻ, അപ്പോൾ ആകുവാൻ എന്ന് പറയും. നാടൻ ഭാഷയിൽ ആൻ എന്ന് പറയും, യഥാർത്ഥ അച്ചടി ഭാഷയിൽ ആകുവാൻ എന്ന അർത്ഥത്തിലും വരും. അപ്പോൾ ആന വരുവാൻ, വരാൻ, അതേപോലെ കാന തിന്നാൻ, ഇങ്ങനെയാണ് അർത്ഥം വരുന്നത്. ഞങ്ങൾ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അടുത്ത സെൻറ്റൻസ് ആണ്. അപ്പോൾ ഹം ഹിന്ദി പഠന ചാത്തേ ഹെ, ഞങ്ങൾ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഹം ഹിന്ദി പഠന ചാത്തേ ഹെ. രാജു ഹിന്ദി പഠന ചാത്ത ഹെ, രാജു ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ സീത ഹിന്ദി പഠന ചാത്തി ഹെ, സീത ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇനി സ്ത്രീലിംഗം തന്നെ ഒന്നിൽ കൂടുതലാവുമ്പോൾ എങ്ങനെയാണത് പറയാൻ നമുക്ക് നോക്കാം, അല്ലേ? അത് നമുക്ക് പറയാം, ലഡ്കിയാം ഹിന്ദി പഠന ചാത്തി ഹെ. അപ്പോൾ പെൺകുട്ടികൾ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് വേറെ രീതിയിലുള്ള സെൻറ്റൻസ് പറയാം. മേ ഏ കാം കർണ ചാത്താഹും, ഞാൻ ഈ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. മേ ഏ കാം കർണ ചാത്താഹും. അതേപോലെ ഹം ഇസ് ഗാഡി സേ യാത്ര കർണ ചാത്തേ ഹെ, ഞങ്ങൾ എല്ലാവരും എന്നാണ് ഈ വണ്ടിയിൽ നിന്നും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, ചാത്ത ഹെ. അതേപോലെ മേ തുമാര ഗർ ദേഖ്ന ചാത്താഹും, മേ തുമാര ഗർ ദേഖ്ന ചാത്താഹും, ഞാൻ നിങ്ങളുടെ വീട് കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും ചാത്ത വെച്ച് നമ്മളെന്താണ് പറഞ്ഞു. അപ്പം ലഗ്ന എന്നുള്ളത് നമ്മൾ നടക്കാൻ തുടങ്ങുക, ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ചാണ്. കുളിക്കാൻ തുടങ്ങുന്നു, അതേപോലെ ചെയ്യാൻ തുടങ്ങുന്നു. ഇത് അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ രണ്ട് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതിന് ബദലായിട്ട് വേറൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രണ്ട് ഹെൽപ്പിംഗ് വേർബാണ് നമ്മളിപ്പം പഠിച്ചിരിക്കുന്നത്. ഇനി അടുത്ത രണ്ട് ഹെൽപ്പിംഗ് വേർബുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.